ഞാൻ ഈ ഡോക്ടർ സുദർശൻസ് ആയുഷ് ആയുർവേദ കേന്ദ്രം ഒറ്റപ്പാലത്ത് വരുന്നത് ഒരു പ്രത്യേക അസുഖം എന്ന് പറഞ്ഞുകൂടാ. നമ്മളുടെ മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു അസുഖം തന്നെയാണിത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് വൃക്ഷസസ്യങ്ങളുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മരങ്ങളും പുഷ്പങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ തന്നെ വിഷമുള്ളതുണ്ട്. അത് BT ഇന്ദുഗോപന്റെ ഒരു പുസ്തകമുണ്ട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്ത കേരളത്തിലെ വിഷസസ്യങ്ങൾ. അതിൽ പറയുന്ന ഒരു പ്രധാന സസ്യമാണ് ചേര്. ഈ ചേര് വൃക്ഷത്തിന്റെ സമീപത്തു കൂടെ പോയാലോ അതുമായിട്ട് വല്ല ബന്ധമുണ്ടായാലോ ഒക്കെ ചില ആളുകൾക്ക് അവരുടെ തൊലിയിൽ പൊള്ളലുണ്ടാവും, ചൊറിച്ചിലുണ്ടാവും, നീറ്റലുണ്ടാവും, ഭയങ്കര അസഹ്യമായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പൊ നിർഭാഗ്യവശാൽ ഞാൻ താമസിക്കുന്ന വീടിന്റെ അടുത്ത് ഒരു ചേര് നിൽപ്പുണ്ടായിരുന്നു. ഒന്നിലധികം ചേരുകൾ ഉണ്ടായിരുന്നു. അതൊരു കാട്ടുപ്രദേശമായിരുന്നു. അപ്പോൾ ഈ ഒരു ചേര് കാരണം എനിക്ക് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി, ശരീരത്തിൽ പൊള്ളലേറ്റ പോലെ. അപ്പോൾ അതെന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കലായിരുന്നു ഒരു 5-6 മാസത്തെ പരിപാടി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഡെർമറ്റോളജി പഠിച്ച ഡോക്ടേഴ്സ് ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്, സ്കിൻ ക്ലിനിക്കുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ പ്രശ്നം, ഇവരൊക്കെ മനുഷ്യനെ സുന്ദരനാക്കാനുള്ള വിദ്യകൾ മാത്രമാണ് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് തേക്കാനുള്ള, മുഖത്ത് തേക്കാനുള്ള ലേപനങ്ങൾ, അതുപോലെ അങ്ങനെ ചില ഞൊട്ടുവിദ്യകൾ, സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖത്തിന് ചികിത്സിക്കാൻ ഇവർ പ്രാപ്തരായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ. ഞാൻ 4ഓളം ക്ലിനിക്കുകൾ സമീപിച്ചിരുന്നു. അതിനൊക്കെ കിട്ടിയ അനുഭവം അതാണ്. അവർക്കൊന്നും കൃത്യമായിട്ട് ഇത് ഇന്ന കാരണം കൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പകരം അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന ഈ ലേപനങ്ങൾ നമുക്ക് തരും, അത് പുരട്ടാൻ പറയും. അതൊക്കെ തന്നെ സ്റ്റിറോയിഡ്സ് ആണ്, നമുക്കറിയാം. എങ്കിലും താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടുമെങ്കിലും പൂർണ്ണമായിട്ട് ഇതങ്ങ് മാറാത്തൊരവസ്ഥ വന്നു. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഡോക്ടറുടെ ചികിത്സയിൽ ഇപ്പോൾ ഇത്രയും ദിവസമായി 4 ദിവസം 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു 90% അത് പൂർണ്ണമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ആ ചികിത്സയുടെ ഒരു സുഖത്തിലാണ് ഇവിടെ ഞാൻ ഇരിക്കുന്നത്, ഈ ഡോക്ടർ സുദർശൻസ് ആയുഷ് ആയുർവേദ കേന്ദ്ര ഒറ്റപ്പാലത്ത്. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഗുണം, ഇതൊരു ഫാമിലി പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണ്, ഡോക്ടേഴ്സൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫും എൻ്റെ കൂടെ വന്നിട്ട് അവളും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ പല സുഹൃത്തുക്കളും ഇവിടെ വന്നവരാണ്, ഇനിയും പലരും വരും. ഇവിടുത്തെ ഒരു ആംബിയൻസ്, ഇവിടുത്തെ ഒരു രീതി ഒക്കെ തന്നെ വളരെ പ്ലസൻ്റാണ്, മനസ്സിന് സന്തോഷം തരുന്നതാണ്. മനസ്സിന് സന്തോഷം തന്നാൽ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ശരീരത്തിനും അത് ഗുണം ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ഈ ഹോസ്പിറ്റലിനെ ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നു.